വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്രദേശത്ത് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. തുടർച്ചയായി കൃഷിഭൂമിയിൽ കാട്ടാനയിറങ്ങി നാശം വിതയ്ക്കുന്നതായി കർഷകർ. നായാട്ടുകുണ്ട് മേഖലയിലെ വനപ്രദേശങ്ങളിൽ നിന്നാണ് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. വെള്ളിക്കുളങ്ങര സ്വദേശി സ്റ്റീഫൻ പാട്ടത്തിനെടുത്ത 7 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ 100ഓളം കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം നശിപ്പിച്ചത്. 25 മുതൽ 30 കിലോ വരെ തൂക്കം വരുന്ന കായക്കുലകൾ അടക്കമുള്ള വാഴകളാണ് ആനകൾ ഒടിച്ച് നശിപ്പിച്ചത്. കപ്പ, പൈനാപ്പിൾ കൃഷികളും വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. കാട്ടാനകളെ വനഭൂമിയിൽ തന്നെ നിലനിർത്താൻ വനം വകുപ്പ് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കാട്ടാനകൾ മാത്രമല്ല, പന്നി, കുരങ്ങ്, മുള്ളൻ പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളും കാടിറങ്ങി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. ഇത് വെള്ളിക്കുളങ്ങര സെന്ററിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പറമ്പാണ്. 6-7 ഏക്കർ സ്ഥലമുണ്ട്. ജനവാസ മേഖലയാണ്. കംപ്ലീറ്റ് വീടും അതൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കംപ്ലീറ്റ് എല്ലാ ദിവസവും ആന, അതുപോലെ തന്നെ മുള്ളൻ പന്നി, പന്നി, മാന്, അണ്ണാൻ, കുരങ്ങ് ഡെയിലി നിരന്തര ശല്യമാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. കൃഷി പോട്ടെ, അതുപോലെ തന്നെ മനുഷ്യന് പേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിന് മാത്രം ആനകളും ഡെയിലി വരാണ്. അപ്പോൾ ഇത് വിഷ്വൽസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ വന്നാണ് ആനകൾ വന്നിട്ട് കളഞ്ഞേണതും വീടുകളുടെ മുന്നിലും മതിലും കമ്പിവേലിയും. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരെക്കാളും കൂടുതൽ മൃഗങ്ങളാണ്. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം, ഇല്ലെങ്കിൽ ജനങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾ പറയണം. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റാ ഉള്ള സ്ഥലത്ത് ഒരു ഇത്ര പൈസകൾ മുടക്കിയിട്ടിട്ട് ഇപ്പോൾ 10,500 വാഴ വെച്ചണ്ടിയിൽ 25-30 കിലോ തൂക്കം വരുന്ന 100-ലേറെ വാഴയാണ് കളഞ്ഞത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് കൊടുക്കോ കൊടുത്തില്ല അതൊന്നല്ല. എന്ത് വിശ്വസിച്ച് ഇവിടെ മനുഷ്യനേനും ജീവിക്കും? അതിന് ശാശ്വത ഒരു പരിഹാരം വേണം. വനത്തിൽ നിന്ന് ഫെൻസിംഗ് ലൈനുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത്. കാട്ടാനക്കൂട്ടം ഇറങ്ങിയ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര സെക്ഷൻ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തുന്ന ആനകൾ നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം മേഖലയിലെ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറുകയാണ്. കൃഷിക്ക് നേരെയുള്ള കാട്ടാനകളുടെ ആക്രമണം നിയന്ത്രണമില്ലാതെ തുടർന്നാൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര കർഷകരുടെ ഉപജീവനം പോലും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വനമേഖലയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ഒപ്പം കിടങ്ങുകൾ നിർമ്മിച്ച് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവായതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. രാവും പകലും വ്യത്യാസമില്ലാതെയാണ് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാഴത്തോട്ടത്തിൽ തന്നെ ഏകദേശം 100-ലേറെ കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയാതെയായിരിക്കുന്നു എന്നാണ് വലിയ വേദനയോടെ കൃഷിക്കാരായ നാട്ടുകാർ പറയുന്നത്. ഏതായാലും അടിയന്തരമായ ഒരു ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.